സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഒരു XY ലൈൻ വരയ്ക്കാം. നെയിം ചെയ്യുക XY. അതിനുശേഷം ക്വസ്റ്റ്യൻ വായിക്കുക. The distance between the end projector of a line AB is 30 mm. The end A is 10 mm above HP. So XY ലൈനിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ആ പോയിന്റിൽ നിന്നും 10 mm മുകളിലോട്ട് മാറി, ആ പോയിന്റിൽ നിന്നും 10 mm മുകളിലോട്ട് മാറി ഒരു പോയിന്റ്. ആ പോയിന്റിൽ നമ്മൾ എന്തായിട്ടാണ് നെയിം ചെയ്യുന്നത്? A dash. സോ A dash നമുക്ക് കിട്ടി. ആൻഡ് above HP and 30 mm in front of VP. So സെയിം പോയിന്റിൽ നിന്ന് XYയിലെ ആ പോയിന്റിൽ നിന്ന് 30 mm 30 mm താഴോട്ട് മാറി നമുക്ക് A കിട്ടി. സോ A ആൻഡ് A dash നമുക്ക് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റൻ അത് പറയുന്നുണ്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എൻഡ് പ്രൊജക്ടർ ഓഫ് ദ ലൈൻ ഈസ് 30 mm. സോ ഈ എൻഡ് പോയിന്റിൽ നിന്ന് 30 mm മാറിയാണ് അടുത്തത്. സോ ഇവിടെ നിന്ന് ഞാൻ 30 mm മാറി ഒരു പോയിന്റ് എടുത്തു. ഇനി ഈ പോയിന്റിൽ നിന്ന് വേണം എനിക്ക് B ആൻഡ് B ഡാഷ് മാർക്ക് ചെയ്യാൻ. സോ B ആൻഡ് B ഡാഷിൻ്റെ ഡിസ്റ്റൻസ് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ദ എൻഡ് B ഈസ് 25 mm above HP. സോ HP-യിൽ നിന്നും 25 mm മുകളിലോട്ട് മാറിയാണ് എൻഡ് B. സോ ഇതാണ് നമ്മളുടെ B ഡാഷ്. ആൻഡ് 10 mm in front of VP. താഴോട്ട് 10 mm. സോ ഇതാണ് B. സോ നമുക്ക് A ഡാഷ് B ഡാഷ് കിട്ടി, AB കിട്ടി. ഇനി ഇതങ്ങ് ജോയിൻ ചെയ്യുക. അപ്പം നമുക്ക് ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും ഡയറക്റ്റ് ആയിട്ട് കിട്ടി. സോ ദിസ് ഈസ് ദ ഫ്രണ്ട് വ്യൂ ആൻഡ് ദിസ് ഈസ് ദ ടോപ്പ് വ്യൂ. സോ നമ്മൾ വരയ്ക്കുമ്പോൾ A ഡാഷ് B ഡാഷ് ഡാർക്ക് ആക്കി വരയ്ക്കുക, A Bയുടെ ലൈൻ ഡാർക്ക് ആക്കി വരയ്ക്കുക. അല്ലാതെ A ഡാഷ് തമ്മിലുള്ള വെർട്ടിക്കൽ ലൈൻ ഡാർക്ക് ആക്കേണ്ട ആവശ്യമില്ല, അത് ലൈറ്റ് ആയിരിക്കുക. B ഡാഷിൻ്റെ വെർട്ടിക്കൽ ലൈൻ അത് ലൈറ്റ് ആയിരിക്കുക. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി നമ്മളുടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ ട്രൂ ലെങ്ത് കണ്ടുപിടിക്കുക ആൻഡ് ട്രൂ ഇൻക്ലിനേഷൻസ് വിത്ത് ദ റെഫറൻസ് പ്ലെയിൻ. അതായത് തീറ്റ ആൻഡ് ഫൈ കണ്ടുപിടിക്കണം, അതുപോലെ ട്രൂ ലെങ്തും കണ്ടുപിടിക്കണം. നമുക്കറിയാം, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ചെയ്യാൻ അറിയാം. ഫസ്റ്റ് A ഡാഷും B ഡാഷും കൺസിഡർ ചെയ്യുക. അതിനുശേഷം XY തൊട്ട് A വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. അത് A ഡാഷിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുക. XY തൊട്ട് A വരെ എത്ര മില്ലിമീറ്റർ ആണ്? 30 mm ആണ്, അല്ലെങ്കിൽ 3 cm ആണ് ക്വസ്റ്റനകത്ത് പറയുന്നുണ്ട്. സോ പ്രൊട്രാക്ടർ എടുക്കുക, A ഡാഷിൽ വയ്ക്കുക. $90 30 mm മുകളിലോട്ട് മാർക്ക് ചെയ്യുക. ആ മാർക്ക് ചെയ്യുന്നത് വളരെ ലൈറ്റ് ആയിരിക്കുക, നമുക്കതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, 30 mm മുകളിലോട്ട് മാറി അത് മാർക്ക് ചെയ്തു. അതിനെ ക്യാപിറ്റൽ ലെറ്റർ A എന്ന് മാർക്ക് ചെയ്തു, കാരണം A ഡാഷിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത കാരണം A എന്ന് നെയിം ചെയ്തു. ഇനി B ഡാഷ് എടുക്കുകയാണെങ്കിൽ XY തൊട്ട് B വരെയുള്ള ഡിസ്റ്റൻസ് 1 cm എന്ന് ക്വസ്റ്റനകത്ത് പറയുന്നുണ്ട്. സോ പ്രൊട്രാക്ടർ B ഡാഷിൽ വയ്ക്കുക. 90 ആ 1 cm അവിടെ മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് 1 cm മാർക്ക് ചെയ്യുക. ഇത് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ B എന്ന് നെയിം ചെയ്യാം. ഇനിയും ക്യാപിറ്റൽ ലെറ്റർ Aയും ക്യാപിറ്റൽ ലെറ്റർ Bയും തമ്മിൽ ജോയിൻ ചെയ്യുക. സോ ദിസ് ഈസ് ദ ട്രൂ ലെങ്ത്. ഇതാണ് നമ്മളുടെ ട്രൂ ലെങ്ത്. സോ നമുക്ക് ആദ്യത്തെ ആൻസർ കിട്ടി. ഇനിയും ഈ മോളിൽ ഉപയോഗിച്ച അതേ ഐഡിയ തന്നെ താഴെയും ഉപയോഗിക്കാം. Aയും Bയും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ XY തൊട്ട് A ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. അത് Aയിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുക. XY തൊട്ട് A ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 cm ആണ്. സോ Aയിൽ നിന്ന് ഞാൻ ആ 1 cm ഇങ്ങോട്ട് വരച്ചു, ലൈറ്റായിട്ട് വരച്ചു. ഇതിനെ ഞാൻ ക്യാപിറ്റൽ ലെറ്റർ A എന്ന് നെയിം ചെയ്തു. അടുത്തത് XY തൊട്ട് B ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. അത് Bയിൽ നിന്ന് വരയ്ക്കുക. XY തൊട്ട് B ഡാഷ് വരെ 25 cm ആണ്. സോ ആ ഡിസ്റ്റൻസ് Bയിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുക.
അതിനുവേണ്ടി ആദ്യം ബി എടുക്കുക. ബിയിൽ നിന്നും പെർപെൻഡിക്കുലർ 90 ഡിഗ്രി എടുത്തു. അതിനുശേഷം 25 മില്ലിമീറ്റർ ഈ 90 ഡിഗ്രിയിൽ വരയ്ക്കുക. ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് നെയിം ചെയ്യുക. ഇത് തമ്മിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രൂ ലെങ്ത് കിട്ടും. ഓൾറെഡി ഇവിടെ ട്രൂ ലെങ്ത് കിട്ടിയതാണ്. ഈ ട്രൂ ലെങ്തും സെയിം തന്നെയായിരിക്കും. കാരണം ഒരു ലൈനിന് ഒരു ട്രൂ ലെങ്തേ ഉണ്ടാവുകയുള്ളൂ. സോ നമുക്ക് അത് കിട്ടി. നമുക്ക് ക്വസ്റ്റിൻ്റെ ആൻസർ ആദ്യം തന്നെ കിട്ടിയായിരുന്നു, ട്രൂ ലെങ്ത് കിട്ടിയായിരുന്നു. നമുക്കിനിയും കണ്ടുപിടിക്കേണ്ടത് ട്രൂ ഇൻക്ലിനേഷൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് തീറ്റയും ഫൈയും ആണ് കണ്ടുപിടിക്കേണ്ടത്. തീറ്റയും ഫൈയും കണ്ടുപിടിക്കാൻ വേണ്ടി എളുപ്പമാണ്. ഫസ്റ്റ് ഫ്രണ്ട് വ്യൂ നോക്കുക. അതിനകത്തെ A', B' അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യുക, ABയെയും എക്സ്റ്റെൻഡ് ചെയ്യുക. അത് തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിൻ്റെ ഇൻക്ലിനേഷൻ ആയിരിക്കും ഫൈ. നോക്കുക, A', B' ലൈൻ ഞാൻ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തു. അതുപോലെ ABയുടെ ലൈനും ഞാൻ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തു. അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടോ, ഈ പോയിന്റ് ആയിരിക്കും നമ്മളുടെ ക്യാപിറ്റൽ ലെറ്റർ VT, വെർട്ടിക്കൽ ട്രേസ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ലെറ്റർ VT അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ VT'. ഈ ഇൻക്ലിനേഷനാണ് തീറ്റ, സോറി ഈ ഇൻക്ലിനേഷനാണ് ഫൈ. ഈ ഇൻക്ലിനേഷനാണ് ഫൈ. സോ ഈ ഇൻക്ലിനേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. സിമിലർലി സ്മോൾ ലെറ്റർ AB, അതായത് ടോപ്പ് വ്യൂവിനെ ഞാൻ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തു. അതുപോലെ അതിൻ്റെ ട്രൂ ലെങ്തിനെയും ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. അത് തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണോ അതാണ് എൻ്റെ ഹൊറിസോണ്ടൽ ട്രേസ്, ക്യാപിറ്റൽ ലെറ്റർ HT അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ HT. ഈ ഇൻക്ലിനേഷൻ ഏതാണോ അതാണ് തീറ്റ. മുകളിൽ കിട്ടിയ ഇൻക്ലിനേഷൻ ഫൈ, ഈ ഇൻക്ലിനേഷൻ തീറ്റ. ഇതാണ് ട്രൂ ഇൻക്ലിനേഷൻസ് വിത്ത് ദ റെഫറൻസ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ വരച്ച ഫിഗർ ശരിയാണോ അല്ലയോ നോക്കാൻ വേണ്ടി A', B' ഞാൻ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അതിനെ തിരിച്ച് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് XY ലൈനിൽ കൊണ്ട് ടച്ച് ചെയ്യിപ്പിച്ചു. XY ലൈനിൽ കൊണ്ട് ടച്ച് ചെയ്യിപ്പിച്ചു. നമ്മൾ പണ്ട് ട്രേസിനകത്ത് പഠിച്ചായിരുന്നു എങ്ങനെയാണ് A', B' എക്സ്റ്റെൻഡ് ചെയ്ത് XY ലൈനിൽ വന്ന് ടച്ച് ചെയ്യുന്ന പോയിന്റിനെ എങ്ങനെയാണ് നെയിം ചെയ്തിരുന്നത്? നമ്മൾ A', B' എക്സ്റ്റെൻഡ് ചെയ്ത് XY ലൈനിൽ ടച്ച് ചെയ്യുന്ന പോയിന്റാണ് നമ്മളുടെ സ്മോൾ ലെറ്റർ HT'. സ്മോൾ ലെറ്റർ HT'. നോക്കിക്കേ, HTയും HT' എപ്പോഴും സെയിം വെർട്ടിക്കൽ ലൈനിൽ വരണമെന്ന് നമ്മൾ പറഞ്ഞില്ലേ? നോക്കിക്കേ, HT ആൻഡ് HT' സെയിം വെർട്ടിക്കൽ ലൈനിൽ വന്നു. അതുപോലെ ABയെ എക്സ്റ്റെൻഡ് ചെയ്ത് XY ലൈനിൽ ടച്ച് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ എങ്ങനെയാണ് നെയിം ചെയ്തത്? സ്മോൾ ലെറ്റർ VT എന്നാണ് നെയിം ചെയ്തത്. നോക്കിക്കേ, VT'-ഉം VTയും സെയിം, VT'-ഉം VTയും സെയിം വെർട്ടിക്കൽ ലൈനിൽ തന്നെ വന്നു. ഈ ലൈൻസൊക്കെ ലൈറ്റായിട്ട് വരയ്ക്കുക. നമ്മൾ ആൻസർ ശരിയാണ്. അതുകൊണ്ടാണ് AB, HT, VT ഒരേ ലൈനിൽ വന്നത്. AB, HT, VT ഒരേ ലൈനിൽ വന്നു. A', B', HT', VT' ഒരേ ലൈനിൽ വന്നു. ഇൻക്ലിനേഷൻസ് മെഷർ ചെയ്ത് എഴുതുക. ട്രൂ ലെങ്ത് എത്രയാണെന്ന് മെഷർ ചെയ്യുക. ട്രൂ ലെങ്ത് അപ്രോക്സിമേറ്റ്ലി 40 മില്ലിമീറ്റർ. ട്രൂ ലെങ്ത് നമുക്കൊരു 40 മില്ലിമീറ്ററോളം കിട്ടും. ഇത് 40 എന്നുള്ളത് 42, 43 ആയാലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ താഴോട്ട് 37 വരെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഇനി തീറ്റ ആൻഡ് ഫൈ മെഷർ ചെയ്ത് എഴുതുക. തീറ്റ എനിക്ക് കിട്ടിയത് 20 ഡിഗ്രി എന്നാണ്. ഫൈ 30 ഡിഗ്രി. ഇതാണ് നമ്മളുടെ ആൻസർ.